ഇന്നലെ രാത്രി 10 മണിയായിരുന്നു സാധനം കൊടുന്നപ്പോ ഗ്യാസ് തിങ്ങിയിട്ട് വന്നതാണ് കൊള്ളന്റെ പ്രശ്നത്തിന്. അപ്പൊ അതാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. നമ്മള് കുട്ടികളിങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് ഒരു വേദന ആറ്റിനാട്ടിൽ അങ്ങനെ ഒക്കെ കാറ് നിലത്തൂടി അടിച്ചുകൊണ്ടാണ് എന്റെ ചെറിയതിനെ ഞാൻ ചെറിയ അച്ഛൻ്റെ വന്നിട്ട് കാല് ഇങ്ങനെ നിലത്തടിച്ചു. അങ്ങനത്തെ കുട്ടികളെ ആ പ്രായത്തിലല്ലേ, ആ പ്രായത്തിൽ അതുവരെ നമ്മളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ ചെറിയങ്ങളൊന്നും നോക്കാൻ ഇവർക്ക് ഞാനൊരു ഭർത്താവ് കൊടുത്തു. താത്ത നിസ്കരിച്ചാൻ വേണ്ടിയിട്ട് നിന്നു, നിസ്കരിച്ചാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പൊ എൻ്റെ അടുത്ത് തന്നുകാണ് ഞാൻ ഇവനെ ഉറപ്പത്തും വെച്ച് അങ്ങനെ എന്താണ് ഭർത്താവൊക്കെ ചെറിയത്, അത് ഞമ്മക്ക് എത്ര കൂടെയുള്ളൂ, അത് കൊടുത്തു. അത് കൊടുത്തു ഞാൻ. അതാണ് മുങ്ങി, അതാണ് മുങ്ങിയപ്പോ താത്ത നിസ്കരിച്ചു ചങ്ക് കച്ചിട്ട് ഏതായാലും മാങ്ങ കഴിഞ്ഞു തുടങ്ങി. എന്താ വെച്ചാലേ ഇത് പോരും പൊയിഞ്ഞാടിയതാണ്. കുറെ തിന്നല്ലേ ഏതായാലും കൊല്ലം ഒരുപാടുണ്ടായിരുന്നു. എത്രങ്ങാനും ഞങ്ങൾക്ക് കൊടുത്തുകൊണ്ടു. ഇപ്പൊ ഇപ്പിലിട്ട് കൊറേ അവിടെ ഉണ്ട്. അത് മാണെങ്കിൽ ഇനി കൊണ്ട് ഇപ്പിലിട്ടത് ചെനച്ചത് ഈ ചെനച്ചത് ഇപ്പിലിട്ടത് മക്കളെ പെരുന്നാൾക്കുള്ള ബിരിയാണീൻ്റെ ഐഡിയ ഒക്കെ ആയിട്ടാണ് കേട്ടോ അമ്മായി വന്നേക്കണത്. ഒരുപാട് സാധനങ്ങളായിട്ട് വന്നേക്കാണ് കേട്ടോ അമ്മായി. ഒരുപാട് വട്ടം വന്നേക്കണു കുഞ്ഞാണിക്ക് വയ്യാതായതിൻ്റെ ശേഷം. അമ്മായി കാക്കിയും കൂടി പിന്നെ എന്താണ് വരുമ്പോൾ സാധനമൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധനം കഴിയുമ്പോഴത്തിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അമ്മായി വെറുതെ വരലില്ല. ആ പെരുന്നാളൊക്കെ ആയില്ലേ, നിങ്ങളിവിടെ ഉണ്ടാക്കണ്ട, നിങ്ങളാണ്ട് പോരേണ്ടി, എല്ലാവരും ആണ്ട് വരേണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പെരുന്നാൾക്കുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പം നീ പെരുന്നാൾക്ക് നിങ്ങളവിടെ ഉണ്ടാക്കണ്ട, പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോരേണ്ടി പറഞ്ഞു ഞാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് വരെ എന്നാലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് നമുക്ക് അരി കൊടുന്നേക്കണം, അതിക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം പറ്റണ പച്ചക്കറിയൊക്കെ ഇപ്പം അമ്മായി വന്ന് അമ്മായിക്ക് എല്ലാം മനസ്സിലായിട്ടോ. കോവക്കയാണ് കാര്യമായിട്ട് കഴിക്കാൻ പറ്റണ ഒരു പച്ചക്കറി. നല്ല നാൾ വന്നപ്പോഴും ഒരുപാട് കോവക്ക കൊടുത്തു. ഒരൊറ്റ കോവയ്ക്ക് ഒഴിവാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതാണ് നമ്മൾ വാങ്ങുമ്പോൾ സാധനം നോക്കി വാങ്ങിയാൽ മറ്റേ നമ്മൾ കോവക്കൊക്കെ മുറിച്ചുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അധികം ചുവപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉപ്പേരി വെച്ചാൽ രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഞെത്താൻ മട്ടാവട്ടാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റൊന്ന് അങ്ങോട്ടൊക്കെ മൂപ്പായിട്ട് തന്നെ അല്ല, ഇങ്ങനത്തെ കണ്ടാൽ തോന്നുന്നു മൂത്തക്കണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം അതന്നെ അമ്മായി ഒറ്റ കോവക്ക ഞാൻ പറയലാണ്, കുഞ്ഞാണി എന്നെ കോവക്ക വാങ്ങാൻ പോയാലോ അതിൽ 2-3 ഒഴിവാക്കണ്ട. കുഞ്ഞാണി കാക്കിലോനൊക്കെ വാങ്ങലുള്ളൂ. 2-3 ഒഴിവാക്കിയ പിന്നെ കാര്യമായിട്ടുണ്ടാവില്ല, ഒക്കെ ചുവപ്പ് കളറിയാലും വാങ്ങാനും വേണം അറിയട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ഒരൊറ്റൊന്ന് ഒഴിവാക്കാൻ ചെയ്യണം. ചുവപ്പൊക്കെ ഉണ്ടാക്കുക, പക്ഷെ ചുവപ്പ് ഉണ്ടാക്കി അത്ര രുചി കിട്ടൂല. അപ്പോൾ അതിന് പറ്റിയ കോവക്ക കൊണ്ടുവന്നിക്കണ്. പിന്നെന്താ പയറ് കഴിക്കാൻ പറ്റുമോ ഒക്കെ ചോദിച്ചറിഞ്ഞാണ്ടാണ് പോകല്, എന്താ കഴിക്കാൻ പറ്റുക. ഇപ്പോൾ ഓൽക്കൊക്കെ മനസ്സിലായി. ഇതൊരു കെട്ട് പയറ് കൊടുന്നേക്കണു. വെണ്ടക്ക ഇതാ ഒക്കെ നല്ല നല്ല വെണ്ടക്ക കേട്ടോ, നല്ല നല്ല സാധനങ്ങളാണ്. പിന്നെന്താണ് പറഞ്ഞത്, കീസ നിറച്ച് കെട്ടി വെച്ച ആ സാധനമൊന്നുമല്ല, നല്ല ഫ്രഷ് സാധനം തന്നെയാണ് കൊണ്ടുവന്നേക്കണത്. ഇവിടെ കുഞ്ഞാണി ആയാലും പറയില്ല അതന്നെ, നമ്മളിങ്ങനെ കുറേച്ചെല്ലാം എടുക്കുള്ളൂ സാധനങ്ങൾ. അപ്പോൾ അതിൽ തന്നെ കേടുന്നത് കൊടുന്ന് നമ്മൾ കുറേ ഒഴിവാക്കാണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊന്നുമല്ല, അമ്മായി കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളായിക്കാരം, ഒറ്റൊന്നും കളയാണ്ടാവില്ല. ബിരിയാണി വെക്കാൻ ഇറങ്ങാണ്ട് കുറച്ച് സവാളയും കൊടുന്നേക്കണ്. നാളെ കൊടുന്ന സവാള തന്നെ ഉണ്ടേനു കേട്ടോ അവിടെ. ആ സവാള തന്നെ കഴിഞ്ഞിട്ടില്ല, സവാള അവിടെ ഉണ്ട്. അപ്പോൾ കുറേ സവാളയും കൊണ്ടുവന്നേക്കണ്, എല്ലാ മുതലും ഉണ്ട്. പിന്നെ അതാ വെളുത്തുള്ളി ചീരുള്ളി ഒക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി എല്ലാ മുതലും ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, സന്തോഷം. എല്ലാവരും ബർക്കത്ത് കൊടുക്കട്ടെ. പിന്നെന്താ എൻ്റെ മേത്ത് കിട്ടും.
പിന്നെ ഇറച്ചിയൊക്കെ വാങ്ങാനുള്ള പൈസയും കയ്യിൽ കൊടുത്തു. മോനൂസിൻ്റെ കയ്യിൽ എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ ഇറച്ചി വാങ്ങാൻ എന്നൊക്കെ പറഞ്ഞാണ് മോനൂസിൻ്റെ കയ്യിൽ പൈസയും കൊടുത്തു. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ അല്ല അങ്ങനെ കഴിവുള്ള ഒരു അമ്മായിയൊന്നും അല്ല. അമ്മായിക്കാക്ക് ഓട്ടോ ഡ്രൈവറാണ്. പിന്നെ അങ്ങനെ കഴിവുള്ള അമ്മായിയൊന്നും അല്ല. എന്നാലും ചിലപോലെ മനസ്സിനൊരു വേദന തോന്നും. ഞങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് പിന്നെ എല്ലാം അതിൽ കഴിയുമ്പോൾ ഓന് ഡ്രസ്സ് എടുത്ത് കൊടുത്താണ്ടി പറഞ്ഞാണ്ട് അങ്ങനെയും തോന്നിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഏതായാലും അള്ള ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോൾ ആ വിവരങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ ഞാനും ബുദ്ധിമുട്ടിലൊന്നും അല്ല, ഞാനും ഹാപ്പിയാണ് നിങ്ങളെ കൂടെ പെരുന്നാളൊക്കെ സന്തോഷത്തിൽ. പിന്നെ അതൊക്കെ അറിയുന്നത് ഇതൊക്കെ എടുത്താക്കട്ടെ എന്നിട്ട് ഓരോരോ പാത്രത്തൊക്കെ ആക്കുക. ആ പച്ചക്കറീൻ്റെ പാത്രം എവിടെ ഞാൻ എടുത്തോടുന്ന തായേരില്ല പച്ചപാത്രം. ഈ പാത്രങ്ങൾ മുഴുവടി നാസാക്കിക്കണ്. എവിടെ അതെടുക്കല്ലേ 5 വേറെ റിസു തായേരിണ്ട് അത് എടുത്തോടുന്ന ഞാൻ പച്ചപാത്രം. ഈജ് അത് എടുക്കലാക്കെ ഞാൻ മോറിച്ചതാണേ. ഈ പയറും എന്തിനാണ് പിടിച്ച് കച്ച ഒരൊറ്റ പച്ചക്കറി ഇല്ലേനും ഇവിടെ, ഒരൊറ്റ സാധനവും ഇല്ലേനും. എന്നൊക്കെ അപ്പം ഞാനും ഓന് പിടിച്ച് കച്ച മോനൂസിന് കുറച്ച് ബിസ്ക്കറ്റുകൾ ഐസ്ക്രീം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ ഉണ്ട്, എടുത്തൊക്കെയാണ്. അപ്പൊ അമ്മായിനെ വലിയ കാര്യമാണ്. ഇപ്പൊ ഏത് അമ്മായിയെ വന്നു ചോദിച്ചാൽ പിങ്കമ്മായി വന്നു. അമ്മായി എപ്പോഴും ഒരു റോസ് കളർ ഷാള അധികം ഇടല് കേട്ടോ. അപ്പൊ ഓൻ പറയല് പിങ്കമ്മായി, വേറെ അമ്മായി ഉണ്ടല്ലോ. അപ്പൊ ആ അമ്മായിനെ കൊണ്ട് ഈ അമ്മായി ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നതുകൊണ്ടേ ഓരോ പേരിട്ടൊക്കെയാണ് പിങ്കമ്മായി പിങ്ക് ഷാൾ ഇടണോണ്ട്. അപ്പൊ ഇന്നൊരു റോസും വെള്ളയും കൂടി ഉള്ള ഒരു ഇതാണ് ഇട്ടക്കണത്. അപ്പോഴും പറയുന്നുണ്ട് പിങ്കമ്മായി എന്ന്. പിങ്കമ്മായി വലിയ കാര്യമാണ്. ഇപ്പൊ മാണിക്കക്കല്ലിനെ നല്ല ഇഷ്ടമാണ് കേട്ടാ പിങ്കമ്മായിക്ക്. പിങ്കമ്മായി എന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായ മക്കളെ, എൻ്റെ ഉപ്പാന്റെ പെങ്ങളാണ് കേട്ടോ. അമ്മോശന്റെ പെങ്ങള്, ചെറിയ പെങ്ങളാണ്. കുഞ്ഞാണിക്ക് വയ്യാതായ അന്ന് മുതലേ പിന്നെ ഇടയ്ക്ക് എപ്പോഴും വരും കേട്ടോ. അപ്പൊ എന്നോട് പറയാം എനിക്ക് എന്തെങ്കിലും വണ്ടിന്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അമ്മയാക്കാനെ വിളിച്ചുകൂടെ ഒക്കെ പറയാം. അപ്പൊ ഇന്ന് വന്ന് ചായയൊക്കെ കുടിച്ചപ്പോൾ ഒരുപാട് കഥയൊക്കെ പറഞ്ഞു കേട്ടോ. എന്ത് കഥ വെച്ചാല് കുഞ്ഞാണി ഒരൊക്കെ തറവാട്ടങ്ങളല്ലേ ഇതിനാ ചെറുതായെന്നൊക്കെ നീ കയ്യ് തറവാട്ടങ്ങളായെന്ന് ചെറുതല്ലേനാ. അപ്പൊ ഓലൊക്കെ അവിടെ ഇല്ലേനാ. പിന്നെ അപ്പൊ കുഞ്ഞാണിനൊക്കെ നോക്കിയതും ചിപ്സ് തിന്നാൻ കൊടുത്തതും കൊല്ലി പോയതും അപ്പൊ അമ്മ നിസ്കരിച്ചേനു, അമ്മായിമ്മ നിസ്കരിച്ചേനു. അപ്പൊ കുഞ്ഞാണിക്ക് ഈ അമ്മായി അപ്പൊ അന്ന് ചെറുതല്ലേ ഈ കാരം. അപ്പൊ ചിപ്സ് തിന്നപ്പോ പിന്നെ കുഞ്ഞാണിക്ക് ചിപ്സിന്റെ കഷ്ണം കൊടുത്തു. ചെറിയ കുട്ടിയൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ കൊടുത്തു. അവിടെ വായിൽ പോയി ആയിട്ട് ഓക്കാനിച്ച്. അപ്പോൾ അതിന് അമ്മ നിസ്കാരം മുറിച്ച് ഓടി വന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞാണിങ്ങനെ അന്തം മുട്ടിങ്ങനെ കേൾക്കേണ്ട, വെക്കൊന്നും പിടിയാണ്ടാവില്ല, ആർക്ക് പിടിയാട് വെക്കണല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഡ്രസ്സ് എടുക്കാനും നമ്മൾ കരുതിയിട്ടില്ലേനു. നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന മരുന്നൊക്കെ കുടിച്ചുകൊണ്ട് പോകണം എന്നുള്ള രീതി തന്നെയാണ്. എന്ത് കിട്ടിയാലും മരുന്നിന് വേണ്ടി നമ്മൾ എടുത്തക്കലാണ്. മരുന്ന് മുടങ്ങാൻ പാടില്ലല്ലോ. പക്ഷേ അമ്മായി ഇത് ഓൻ പൈസ കയ്യിൽ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു ജോന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്തായാലും കേട്ടോ. ചെറിയ മക്കളല്ലേ, ഓർക്കൊന്നും കഥ അറിയില്ലല്ലോ. ഓൻ എന്തായാലും ഡ്രസ്സ് വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പം ഇന്ന് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാൻ നിൽക്കുക തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞേക്കാണ്. നമ്മൾ വേറെ ഒരു ആവശ്യത്തിന് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ഓർക്കും സങ്കടമാവും. നമ്മളെ വീഡിയോസ് ഒരു കാണുന്നതല്ലേ. അപ്പോൾ പിന്നെ ഓർക്കൊരു ഡ്രസ്സ് എടുക്കട്ടെ വിചാരിച്ചാണ് ഞാൻ പോവുകയാണ്. അതെന്താ ഇതെന്താ ഇതാ അയക്കേതിനെ ഞാൻ പോണത് ഏതോട് ഫോണ് സ്കൂളില്ല. അതുകൊണ്ട് അത് ഒന്നെടുത്തോ, എന്നിട്ട് അലക്കിക്കോ. ഇത് ഇത് ഇതാ ഇതാ ഇത് ഇതാ
കേട്ടാ അതാ അത് വെറുതെ കളയത് കച്ചപ്പറിക്ക് അതല്ലേ അത് വേക്ക് തേ കത്തണം തേ കത്തിക്ക സിനോ ഞാൻ കത്തിക്കേ അപ്പൊ ഞങ്ങൾ പോയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സ വ്ളോഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.